ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ടുഡേ ഒരു കോളേജ് ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കോളേജിലേക്ക് പോകാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് 7:45 ഇറങ്ങും. ഇതാണ് എൻ്റെ നാട്, ബ്യൂട്ടിഫുൾ അല്ലേ ഗൈസ്. ഇന്ന് മഴയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ഒരു 15 മിനിറ്റ് നടക്കാനുണ്ട്. വേഗം നടന്നിട്ടുണ്ടെങ്കിൽ വേഗം എത്തും, ഒരു 10 മിനിറ്റ് കൊണ്ടെല്ലാം എത്തും. പക്ഷേ ഇന്ന് ഞാൻ മെല്ലെയാണ് നടന്നത്, ഓട്ടോ വരാൻ കാത്തു നിന്നിട്ട് മെല്ലെയാണ് നടന്നത്. പക്ഷേ ഒരു ഓട്ടോ പോലും അതിലേക്ക് കൂടി പോയിട്ടുണ്ടായിട്ടില്ല. ഇന്ന് പിന്നെ മഴയില്ലാത്തതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിന്. ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് എത്തും ഗൈസ്. പക്ഷെ നല്ല വെയിലുണ്ടായിന്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി ഗൈസ്. ഇനി ഇവിടുന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ കോളേജിലേക്ക് എത്തും. ഇവിടുന്ന് ഒരു ബസ് കയറി തലശ്ശേരി എത്തി. അവിടുന്ന് വേറെയും ബസ് കയറാനുണ്ട് കോളേജിലേക്ക്. ഞാനിപ്പോൾ കോളേജ് ബസ്സിലേക്ക് കയറി. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് കോളേജിലെത്തും. എൻ്റെ കൂടെ എപ്പോഴും വരുന്ന ഫ്രണ്ട് ഇന്ന് വന്നില്ല. നമ്മൾ കോളേജിലെത്തി. എൻ്റെ കോളേജിൻ്റെ അവസ്ഥ കണ്ട് എനിക്ക് സങ്കടമാവുന്നു ഗൈസ്. ഇങ്ങനെ ഒന്നല്ല ഉണ്ടായി. ഇപ്പോൾ എന്തോ പണിയെല്ലാം നടക്കുന്നതുകൊണ്ട് ഫുള്ള് പൊട്ടിച്ചിട്ടാണ് ഉള്ളത്. ഇതാണ് നമ്മുടെ പണ്ടത്തെ യൂട്യൂബ് ചാനലല്ലേ, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് ഇതാണ് പച്ച ബാഗ് ഗൈസ്. കോളേജിൽ വന്നാൽ പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എയറിലാണ് ഗൈസ്. ഇടയ്ക്ക് ഞാനും എയറിലായിരിക്കും. ഹായ് ഗൈസ്, നമ്മൾ കോളേജ് എത്തിയിട്ട് ദിസ് ഈസ് മൈ ഫ്രണ്ട്സ് ദേവിക ആൻഡ് ദിയ. കോളേജിൻ്റെ അവസ്ഥ നോക്ക് ഗൈസ്. മഴയെല്ലാം പെയ്തിട്ട് ഫുള്ള് കാട് പിടിച്ചെടുക്കണം. ഹായ് ഗൈസ്, നമ്മൾ കോളേജിൽ വന്നാലുള്ള അവസ്ഥയാണ് ഗൈസ്. കോഴിക്കുട്ടനായി പോയി, നായ്ക്കുട്ടന്മാരിവിടെ കിടന്നുറങ്ങും. പിന്നെ ഇതാ എൻ്റെ ഫ്രണ്ട്സ്. അങ്ങനെ ഇപ്പം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലെത്തി. ഇനി കുറച്ച് വെള്ളം കുടിക്കാൻ പോകുന്നതാണ് ഗൈസ്. തളർന്നു പോയി. എടുക്കരുത്. എന്താ, നമ്മൾ ഹിന്ദി ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ഹിന്ദി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും വെള്ളല്ലേ. ഇത് കൊമേഴ്ഷ്യൽ ആണ്, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ഹിന്ദിക്കാരതല്ല. ഞാൻ പറഞ്ഞ സീരിയസ് കാര്യം കോമഡി ആയതുകൊണ്ട് 1 മിനിറ്റ് 2 സെക്കൻഡ് അവർ ചിരിച്ച് ഗൈസ്. അതൊരവസ്ഥ തന്നെ അല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ടീച്ചർ ക്ലാസ്സിൽ വന്ന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ടീച്ചറെ ഉപദേശമെല്ലാം കേട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങി. പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. പുറത്തുനിന്ന് ബിരിയാണി കഴിച്ച് നമ്മൾ 3 ആളും. പിന്നെ നേരെ വീട്ടിലേക്ക് പോയി ഗൈസ്.